ഹലോ, ഇഗ്നോ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ പാർട്ട് 2 നോക്കാം. ഫസ്റ്റ് ഇഗ്നോയുടെ ഫ്രണ്ട് പേജാണ് വയ്ക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ 3 പേജായിട്ടാണ് കാണുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത് സെക്ഷനാണെന്നും ഏത് ഇയർ ആണെന്നും നമ്മുടെ സബ്ജക്റ്റിൻ്റെ കോഡും സബ്ജക്റ്റുമായിട്ടൊക്കെ ഉള്ളതാണ്. സെക്കൻഡ് പേജ് എന്ന് പറയുമ്പോൾ അത് സബ്മിറ്റ് ഡേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ്. തേർഡാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് വയ്ക്കുന്നവരുണ്ട്, 3 പേജ് വയ്ക്കുന്നവർ. ഞാൻ ഇപ്പം 3 പേജും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻ മോഡൽ, അതായത് സെക്ഷൻ എ, സെക്ഷൻ ബി അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ സെക്ഷൻ എയിൽ നിന്ന് എഴുതാൻ നേരത്ത് സെക്ഷൻ എ എന്ന് വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആൻസറിലോട്ട് കിടക്കാവുന്നതാണ്. സെക്ഷൻ ബി അതുപോലെ തന്നെ സെക്ഷൻ ബി എഴുതാൻ നേരത്തും സെക്ഷൻ ബി എന്ന് എഴുതിയതിന് ശേഷം അണ്ടർലൈൻ കൊടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ബാക്കി ആൻസേഴ്സ് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സെക്ഷൻ എ എടുത്തിട്ടുള്ളതുകൊണ്ട് സെക്ഷൻ എ എന്ന് എഴുതി ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഇട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ ആൻസറിനും നമുക്ക് ആൻസർ എഴുതിയതിന് ശേഷം ആൻസേഴ്സ് എഴുതുക. അതിനുശേഷം നമുക്ക് ആൻസറിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് അണ്ടർലൈൻ കൊടുത്ത് എഴുതാവുന്നതാണ്. പെൻസിൽ ഉപയോഗിച്ച് അണ്ടർലൈൻ കൊടുക്കുക. ഓരോ സബ് ഹെഡിങ്ങും നമുക്ക് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ബ്ലൂ പെൻ യൂസ് ചെയ്തോ എഴുതാവുന്നതാണ്. അണ്ടർലൈൻ കൊടുത്ത് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. സെക്ഷൻ ബി എഴുതാൻ നേരത്തും അങ്ങനെ തന്നെയാണ്. സെക്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആൻസർ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനും നമുക്ക് അണ്ടർലൈൻ കൊടുക്കാം. സബ് ഹെഡിങ് എല്ലാം അണ്ടർലൈൻ കൊടുക്കാം. പിന്നെ ബ്ലൂ പെൻ ഉപയോഗിച്ചാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് സബ് ഹെഡിങ് ഒക്കെ കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പേജ് നമ്പർ മസ്റ്റായിട്ട് ഇടേണ്ടതാണ്. പേജ് നമ്പർ ചെക്ക് ചെയ്യുക. ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേജ് നമ്പർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ അസൈൻമെൻറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 ചുറ്റും ബോർഡർ വരയ്ക്കേണ്ടതാണ്. അതായത് പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് മാത്രം ബോർഡർ വരയ്ക്കുക. അല്ലാതെ അസൈൻമെൻറ്റ് പേപ്പറിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. അസൈൻമെൻറ്റ് പേപ്പർ A4 ഷീറ്റ് മേടിച്ചതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് 4 ചുറ്റും ബോർഡർ വരയ്ക്കേണ്ടതാണ് പെൻസിൽ ഉപയോഗിച്ച്. അതിനുശേഷം പേജ് നമ്പറൊക്കെ ചെക്ക് ചെയ്ത്, ഇതിപ്പോൾ എനിക്കൊരു സർവേ ടൈപ്പ് മോഡലായതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനെയർ പോലെയൊക്കെ തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ടാഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടാഗ് ചെയ്യാൻ സെൻറ്ററിലായിട്ട് എല്ലാ പേപ്പറും പഞ്ച് ചെയ്തതിന് ശേഷം ടാഗ് ഉപയോഗിച്ച് നമുക്ക് കെട്ടി നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നല്ല വൃത്തിയോടുകൂടി എപ്പോഴും എഴുതാൻ ശ്രമിക്കുക. മിസ്റ്റേക്കുകൾ വരുത്താതെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.